എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസം 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. 1200 മിഥുനമാസം 24-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള 8 ദിനങ്ങളിലേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കാരണം മിഥുനമാസം 32-ാം തീയതി സംക്രമമാകുന്നു. പിന്നീട് കർക്കിടകം 1 ആരംഭിക്കുകയാണ്. അതായത് ജൂലൈ മാസം 17-ാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ രാഹു, 2-ാം ഭാവത്തിൽ മീനത്തിൽ ശനി, 4-ാം ഭാവത്തിൽ ശുക്രൻ, 5-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം, 6-ാം ഭാവത്തിൽ ബുധൻ, 7-ാം ഭാവത്തിൽ ചൊവ്വ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ വളരെ മനോഹരമായി ശക്തനായി മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് 4-ാം ഭാവത്തിൽ. അതിനാൽ ഭൂലാഭം, ഗൃഹചിന്തകൾ, പുതിയ സൗഹൃദങ്ങൾ, ചില യാത്രയിൽ അനുകൂലമായ സമയം, ഇതൊക്കെ കൈവരും. ഇവിടെ യാത്രാസ്ഥാനത്ത് ചൊവ്വയും കേതുവും ശക്തമായി നിൽക്കുന്നുണ്ട്. അതിന് പരിഹാരമായി യാത്രാ തടസ്സം ഒഴിവാക്കാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ യാത്രാമുട്ട് കർമ്മമുട്ടി ചെയ്യണം. 6-ലെ ബുധനും രേഖാപരമായ രീതിയിൽ പല ശത്രുക്കളും വരും. രേഖ മറന്നു പോവുക, തൻ്റെ വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ട് അതിൻ്റെ പിറകെ ഓടുക, സ്വർണം നഷ്ടപ്പെടുക, അനാവശ്യമായി ജനങ്ങളുമായി ശത്രുത കലഹം വരും. വിരോധോ ജനാനാം നിരോധോ രിപൂണാം, തൻ്റെ കർമ്മങ്ങളൊക്കെ ശത്രുക്കൾ തടസ്സപ്പെടുത്തും, ജനങ്ങളുമായി വിരോധം വരും. ഇപ്രകാരം കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു കുംഭൻ രാശിക്കാർക്ക്. അതൊക്കെ ശ്രദ്ധിക്കണം. ചൊവ്വ ചിങ്ങൻ രാശിയിൽ മാറുന്നത് വരെ രേഖാപരമായ വിഷയങ്ങളിൽ, അപ്രകാരം തന്നെ സന്താന വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. മൂത്ത സന്താനവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രയാസങ്ങളുണ്ടാകും കുംഭൻ രാശിക്കാർ. 5-ാം ഭാവത്തിൽ മാരകസ്ഥാനാധിപനായ സൂര്യൻ നിൽക്കുന്നു. സുധസ്ഥാനകെ പൂർവജാപത്യതാപി, 5-ൽ സൂര്യൻ വരുമ്പോൾ തൻ്റെ ആദ്യ സന്താനത്തിനെ പറ്റി ദുഃഖിക്കേണ്ടി വരും. അവിടെ വ്യാഴം നിൽക്കുന്നതും നല്ലതല്ല. പുത്രകാരകനായ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സന്താനങ്ങൾക്ക് നല്ലതല്ല. പലപ്പോഴും സുതേ വിദ്യേ വയോന്തേ വിഭൂതി ഫലോപദ്രവ പാകകാലേ ഫലസ്യ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. മക്കളെ കൊണ്ട് അവസാന സൗഭാഗ്യമുണ്ടാകും. പക്ഷെ അവിടെയും ഫലം പഴുത്ത് പാകമാകുമ്പോൾ ആ ഫലത്തിന് ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ താൻ പ്രതീക്ഷിച്ച് അങ്ങേയറ്റം ലാളിച്ച് പ്രതീക്ഷിച്ച് വളർത്തിയ സന്താനങ്ങൾ തനിക്ക് എതിരേ തിരിയും. കാരണം ഇവിടെ സന്താനപതിയായ ബുധനാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. മക്കളുമായി ഒരു തരത്തിലുള്ള ശത്രുതയും പുലർത്താതിരിക്കണം. അച്ഛൻ്റെയും മക്കളുടെയും പേരിൽ പരസ്പരം അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലപ്പോഴും വളരെയധികം തീവ്രമായ പ്രയാസങ്ങൾ മക്കളെ കൊണ്ടുണ്ടാകുന്ന ദിനങ്ങളാണ് ഈ 8 ദിനങ്ങൾ. വളരെയധികം മാനസികമായി മക്കളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാം. 12 വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിൽ കർഗഹോമം ചെയ്യണം. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കണം കുംഭൻ രാശിക്കാർ. കർമ്മമേഖലയിൽ ചില പുത്തൻ അനുകൂല സ്ഥിതി വരും. കർമാധിപനായ ഗ്രഹം ചൊവ്വ കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ ദുർബലനാണെങ്കിലും ചന്ദ്രനുണ്ട്. ചില ബന്ധു സമാഗമങ്ങൾ ഉണ്ടാകാം, വിവാഹങ്ങൾ, അതിൽ പോവുക, അതിൽ പങ്കെടുക്കുക, ബന്ധുജനങ്ങളുമായി നല്ല സംഗമങ്ങൾ, അപ്രകാരം തന്നെ ചില നല്ല യാത്രകൾ സുഹൃത്തുക്കളിലൂടെ ഉണ്ടാകും. ചില സുഹൃത്തുക്കൾ വിദേശത്ത് നിന്ന് വരിക, അവരുമായി അടിച്ചു പൊളിച്ച് നല്ല സഞ്ചാരങ്ങളൊക്കെ ചെയ്യുവാനുള്ള അനുകൂലമായ ഒരു സ്ഥിതിയും സംജാതമാകുന്നുണ്ട്. എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.